എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് ഈസ് കമ്മിങ്, അതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്. സോ ഇന്നലെ നമ്മൾ ന്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെഡറൽ ഒഫീഷ്യൽ സേസ് അബ്സല്യൂട്ട്ലി റെഡി ടു ഇൻ്റർവെൻ ഇൻ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ്. അതായത് ഇപ്പോൾ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലുള്ള ഈ ഒരു ക്രൈസിസ് കാരണം, ഈ ട്രേഡ് വാറും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് ഡീസ്റ്റെബിലൈസ് ആയിട്ടുള്ള ഈ ഒരു ഗ്ലോബൽ എക്കണോമിനെ, എസ്പെഷ്യലി US എക്കണോമിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫെഡറൽ റിസർവ് പ്രിപ്പയർഡ് ആണ്. അവരുടെ കയ്യിലുള്ള ലിക്വിഡിറ്റി ടൂൾസ് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് മാർക്കറ്റിലോട്ട് ലിക്വിഡിറ്റി ഇൻജെക്ട് ചെയ്യാനും മൊത്തത്തിൽ ഈ ഒരു എക്കണോമിനെ സ്റ്റെബിലൈസ് ചെയ്യാനും പ്രിപ്പയർഡ് ആണ് എന്നുള്ളതാണ് ഫെഡറൽ റിസർവിലുള്ള ഒഫീഷ്യൽസ് പറയുന്നത്. അപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള പല വീഡിയോസിലായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രംപ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, ഈ ട്രേഡ് വാർ കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതൊക്കെ ഇൻറ്റൻഷനലി മാർക്കറ്റിനെ ക്രാഷ് ചെയ്തിട്ട്, ഗ്ലോബൽ മാർക്കറ്റിനെ ക്രാഷ് ചെയ്ത് ഡീസ്റ്റെബിലൈസ് ആക്കിക്കൊണ്ട് ഫെഡറൽ റിസർവിന് ഫോഴ്സ്ഡ് ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനും അതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്, ഒരു മോണിറ്ററി എക്സ്പാൻഷൻ പീരീഡിലോട്ട് ഒരു ലിക്വിഡിറ്റി ഇൻജെക്ട് ചെയ്യാനൊക്കെ ഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ട്രംപിൻ്റെ ഒരു പ്ലാൻ എന്ന് നമ്മൾ മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു മൊത്തത്തിലുള്ളൊരു സിനാരിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്കണോമി കംപ്ലീറ്റ്ലി ഒരു ഡീസ്റ്റെബിലൈസ് ആയിട്ട് ആണ് ഉള്ളത്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും ബോണ്ട് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു ഗ്ലോബൽ ട്രേഡ് വാറാണ് ഒക്കെ എന്നുണ്ടെങ്കിലും. സോ ട്രംപ് ഇതെല്ലാം ഒരു പ്ലാനോട് കൂടി ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇതെല്ലാം നോർമലി ചെയ്ത കാര്യങ്ങൾ ബാക്ക് ഫയർ ചെയ്തിട്ടാണ് എന്നുണ്ടെങ്കിലും, എന്തൊക്കെ ആയാലും ഇപ്പോൾ ഗ്ലോബലി ഉള്ളൊരു മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഡീസ്റ്റെബിലൈസ് ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഫെഡറൽ റിസർവിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്ങിലോട്ട് കടക്കുകയല്ലാതെ, അല്ലെങ്കിൽ ഒരു മോണിറ്ററി എക്സ്പാൻഷനിലോട്ട് കടക്കുകയല്ലാതെ വേറൊരു വഴിയില്ല ഈ ഒരു മെസ്സിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട്. അതായത് മൊത്തത്തിലുള്ള ഒരു എക്കണോമിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്ങിലോട്ട് പോവുക എന്നല്ലാതെ വേറൊരു വഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മളൊരു അടുത്ത കുറേ സ്ലൈഡിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയാം, ഏപ്രിൽ 2 ഫെഡറൽ ട്രംപ് റെസിപ്രോക്കൽ താരിഫ് അനൗൺസ് ചെയ്യുന്നതും അതിനുശേഷം US മാർക്കറ്റ് വളരെ വലിയ രീതിയിൽ, സ്റ്റോക്ക് മാർക്കറ്റ് വളരെ വലിയ രീതിയിൽ താഴോട്ട് വരുന്നത്. ഏകദേശം $10 ട്രില്യൺ ഒക്കെ മാർക്കറ്റ് ക്യാപ്പാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും വൈപ്പ് ഔട്ടായി പോയത് അല്ല. അപ്പോൾ ഇത്രയും വലിയൊരു ക്രൈസിസ് വന്നിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫെബ്രുവരി 11 ഉള്ള പ്രസ് മീറ്റിൽ ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ ജെറോം പവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഫെഡറൽ റിസർവ് അത്ര ഒരു അർജൻറ്റായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനോ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്ങിലോട്ടൊന്നും കടക്കാൻ അത്ര ഒരു തിടുക്കമൊന്നുമില്ല എന്നുള്ളതായിരുന്നു അല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഫെഡറൽ റിസർവിൻ്റെ ഒഫീഷ്യൽസ് പറയുന്നത് ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്ങോട്ടും മൊത്തത്തിൽ എക്കണോമിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ റെഡിയാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആയാൽ ഫെഡറൽ റിസർവിന് അതൊരു വിഷയമല്ല. പക്ഷേ ബോണ്ട് മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ അത് ഫെഡറൽ റിസർവിന് വലിയ രീതിയിൽ പാനിക് ആവും. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, US ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ US ബാങ്ക്സിനെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും എല്ലാം ഒക്കെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് US ബോണ്ട് മാർക്കറ്റ് കൊളാപ്സ് ആവുക എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ US-ൻ്റെ 10-year ട്രഷറി ഈൽഡ് ഏകദേശം 12% ആണ് മുകളിലോട്ട് പോയത്. അതേപോലെ തന്നെ 30-year ട്രഷറി ബോണ്ടിൻ്റെ ഈൽഡ് മുകളിലോട്ട് പോയത് ഏകദേശം 10% ആണ്. ഇപ്പോൾ നമ്മൾ TLT US-ൻ്റെ 20-year ട്രഷറി ബോണ്ടിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 5 ദിവസം കൊണ്ട് 5.41% ആണ് താഴോട്ട് വന്നിരിക്കുന്നത്. സോ US-ൻ്റെ ട്രഷറി ബോണ്ട് എന്ന് പറയുന്നത് ഗ്ലോബലി തന്നെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള, ഒരു സേഫ് ഹാവൻ ആയിട്ടുള്ള ഒരു അസറ്റായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു അസറ്റ് തന്നെ ഇത്രയും വലിയ രീതിയിൽ താഴോട്ട് വരിക എന്ന് പറയുമ്പോൾ, ഒരു 5 ദിവസം കൊണ്ട് തന്നെ ഒരു 5% ഒക്കെ താഴോട്ട് വരിക എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് എത്രമാത്രം വലുതാണ് എന്ന് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ US ബോണ്ട് മാർക്കറ്റ് എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് അറിയണം. ഇപ്പോൾ US സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50 ട്രില്യൺ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ ബോണ്ട് മാർക്കറ്റ് അതിലും വലുതാണ്. $52 ട്രില്യൺ ആണ് US സ്റ്റോക്ക് മാർക്കറ്റ്. അത് തന്നെ ഇപ്പോൾ ബോണ്ട് മാർക്കറ്റിൻ്റെ ബ്രേക്കപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 52%, $27 ട്രില്യൺ, അത് എൻ്റയർ ബോണ്ട് മാർക്കറ്റിലെ $27 ട്രില്യൺ US ഗവൺമെൻറ് ബോണ്ട്സുകളാണ്. ട്രഷറി സെക്യൂരിറ്റീസ്, 10-year ബോണ്ടുകളും 20-year ബോണ്ടുകളും 30-year ബോണ്ടുകളും ഒക്കെയാണ്. ബാക്കിയുള്ളതൊക്കെയാണ് പ്രൈവറ്റ് കോർപ്പറേറ്റ് ബോണ്ട്സും MBSും കാര്യങ്ങളൊക്കെ.
അപ്പോൾ മൊത്തത്തിലുള്ളൊരു ഒരു ബോണ്ട് മാർക്കറ്റിൻ്റെ മെജോറിറ്റിയും US ഗവൺമെൻറ് ബോണ്ടുകളാണ്. അപ്പോൾ ബോണ്ട് മാർക്കറ്റ് കൊളാപ്സ് ആവുക എന്ന് പറയുമ്പോൾ അത് US ഗവൺമെൻറ്റിനെയും അവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എല്ലാം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് കാരണം കൊണ്ടാണ് ഫെഡറൽ റിസർവ് ഇടപെടും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് സിനാരിയോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇപ്പം നടക്കുന്ന ഈ ഒരു ക്രൈസിസിൽ ആക്ച്വലി ബോണ്ട് ഈൽഡ് ആക്ച്വലി കുറയുകയാണ് വേണ്ടത്, ബോണ്ട് പ്രൈസ് കൂടുകയാണ് വേണ്ടത്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ എക്കണോമിക്സ് ഒക്കെ അറിയുന്ന ആളുകൾക്ക് അറിയാം, അതായത് ബോണ്ട് ഈൽഡ് കുറയുന്നത് എക്കണോമി ഒരു പ്രോബ്ലത്തിലോട്ട് പോകുമ്പോഴാണ് അല്ലേ. അതായത് എക്കണോമി ഒരു ഗ്ലോബലി ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാര്യങ്ങൾ ഒക്കെ വരുമ്പോൾ ആളുകൾ റിസ്ക് അസറ്റ്സ് സെല്ല് ചെയ്യുകയും അതെല്ലാം സേഫ് ഹാവൻസ് ആയിട്ടുള്ള ഗോൾഡും US ട്രഷറീസിലോട്ടും പമ്പ് ചെയ്യുമ്പോഴാണ് ഈ ബോണ്ട് പ്രൈസ് കൂടുന്നതും ഗോൾഡിൻ്റെ പ്രൈസൊക്കെ കൂടുന്നത്. സോ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡിൻ്റെ പ്രൈസ് വളരെ വലിയ രീതിയിൽ കൂടുന്നുണ്ട്, ഓൾ ടൈം ഹൈയിലോട്ട് എത്തുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ സേഫ് ഹാവൻ ആയിട്ടുള്ള US ട്രഷറീസ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. അതാണ് വലിയൊരു ഇഷ്യൂ ഇവിടെ ഇപ്പോൾ നിലവിൽ ഉള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2008 ക്രൈസിസ് വന്നപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. കാരണം ഗോൾഡ് മുകളിലോട്ട് പോകുന്നുണ്ട്, ഇപ്പോൾ ബോണ്ടിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുന്നുണ്ട്, ഈൽഡൊക്കെ താഴോട്ട് വരുന്നുണ്ട്. കാരണം ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ സെല്ല് ചെയ്തിട്ട് നേരെ ബോണ്ട് മാർക്കറ്റിലോട്ട് മൂവ് ചെയ്യാണ്. പക്ഷേ ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നത്. സോ ഇതിൻ്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഈ ഒരു താരിഫ് കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം കൊണ്ട് തന്നെ ഭാവിയിൽ വരുന്ന മാസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിൽ US ഇൻഫ്ലേഷൻ വലിയ രീതിയിൽ കൂടുകയും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനുള്ള റേറ്റ് കട്ട് കാര്യങ്ങളുടെ പ്രോബബിലിറ്റി വളരെ കുറവാണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ബോണ്ട് മാർക്കറ്റിലുള്ളൊരു സെൽ ഓഫിനുള്ള കാരണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ US ബോണ്ട് മാർക്കറ്റ് ഇത്ര വലിയ രീതിയിൽ കൊളാപ്സ് ആവാനുള്ള രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് പല ബോണ്ട് മാർക്കറ്റിലുള്ള എക്സ്പേർട്ടുകളും പറയുന്നത് US റിറ്റാലിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൈന അവരുടെ കയ്യിലുള്ള US ബോണ്ടുകൾ മാർക്കറ്റിൽ വളരെ വലിയ രീതിയിൽ അഗ്രസീവായിട്ട് സെല്ല് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ അങ്ങനെ ചൈന അവരുടെ കയ്യിലുള്ള US ബോണ്ടുകൾ സെല്ല് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫെഡറൽ റിസർവ് ഇടപെടാതെ ഈ ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റത്തിന് സ്റ്റെബിലൈസ് ചെയ്യാൻ സാധിക്കില്ല. ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് എന്തായാലും ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ US ട്രഷറീസ് എത്രമാത്രം ക്രൂഷ്യലാണ് US ഫൈനാൻഷ്യൽ സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ അങ്ങനെ അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ US ബോണ്ടുകൾ എന്ന് പറയുന്നത് എന്താണ്, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ലിക്വിഡ് ആയിട്ടുള്ള ഒരു കൊലാട്രലാണ്, ഒരു അസറ്റാണ് അല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസ് താഴോട്ട് വരിക എന്ന് പറയുന്നത് മൊത്തത്തിൽ വലിയ രീതിയിൽ US-ൻ്റെ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിലും ബാങ്കിങ് മേഖലയിലാണെന്നുണ്ടെങ്കിലും ഗ്ലോബലിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ റിപ്പിൾ എഫക്ട്സ് ഉണ്ടാവും, വലിയ രീതിയിലുള്ള ഒരു ക്രൈസിസ് ഉണ്ടാവും. അപ്പോൾ അത് എങ്ങനെയാണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ US ട്രഷറീസിൻ്റെ വാല്യൂ കുറയുകയാണ് എന്നുണ്ടെങ്കിൽ മെയിനായിട്ട് അത് 3 രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും മൊത്തത്തിൽ ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റത്തിനെ ബാധിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ US-ലുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കൊലാട്രൽ ചെയിൻസ് ആണ്. അതായത് US ട്രഷറീസ് ഒരു സേഫ് ഹാവൻ ആയത് കാരണം കൊണ്ട് തന്നെ, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ആയത് കാരണം കൊണ്ട് തന്നെ US ബോണ്ടുകളാണ് ഒട്ടുമിക്ക ബാങ്കുകളും ഹെഡ്ജ് ഫണ്ടുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ലോൺ എടുക്കാൻ വേണ്ടിയിട്ടും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടും റെപ്പോ ട്രാൻസാക്ഷൻസിനൊക്കെ വേണ്ടിയിട്ട് ഒരു കൊലാട്രലായിട്ട് യൂസ് ചെയ്യുന്നത് US ബോണ്ടുകളാണ്. അപ്പോൾ US ബോണ്ടിൻ്റെ വാല്യൂ കുറയുമ്പോൾ ഇത്തരത്തിലുള്ള ലോൺ എടുത്തിട്ടുള്ള ഇത്തരത്തിലുള്ള ബോറോ ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഹെഡ്ജ് ഫണ്ടിനും ബാങ്കുകൾക്കും ഒക്കെ ഒരു മാർജിൻ കോൾ വരികയും ഇത്തരത്തിലുള്ള ബാങ്കുകളൊക്കെ ഒരു ബാങ്ക്രപ്റ്റ് ആവുന്ന ഒരു സിനാരിയോയിലോട്ട് പോകും. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഹെഡ്ജ് ഫണ്ട് അവരുടെ കയ്യിലുള്ള US ബോണ്ടുകൾ ഒരു കൊലാട്രലായി ഉപയോഗിച്ചിട്ട് അവരിപ്പോൾ ഒരു $100 million ലോൺ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് ഒരു ഓവർ കൊലാട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു $105 million ട്രഷറീസ് കൊലാട്രലായി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓൾ ഓഫ് എ സഡൻ ഇത്തരത്തിലുള്ളൊരു ക്രൈസിസ് കാരണം കൊണ്ട് US ബോണ്ടിൻ്റെ വാല്യൂ ഒരു 5% താഴോട്ട് വന്നു എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവർ ലോൺ എടുത്ത വാല്യൂ ഈ കൊലാട്രലിൻ്റെ വാല്യൂവിനെക്കാളും കൂടുതലാവുന്ന ഒരു അവസ്ഥ വരികയും അവർക്കൊരു മാർജിൻ കോൾ വരികയും ഒന്നുകിൽ അവർക്ക് ഈ ഒരു കൂടുതൽ കൊലാട്രൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു കൊലാട്രൽ മാർക്കറ്റിൽ സെല്ല് ചെയ്തിട്ട് ഈ ഒരു ലോൺ റിക്കവർ ചെയ്യും. അത്തരത്തിൽ ഒരുപാട് വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവുകയും മൊത്തത്തിൽ ഈ ഒരു ബോണ്ട് മാർക്കറ്റ് വീണ്ടും കൊളാപ്സ് ആവുകയും അത് മൊത്തത്തിൽ ത്രൂ ഔട്ട് ഈ ഒരു ബാങ്കിങ് മേഖലയിലും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഹെഡ്ജ് ഫണ്ടും അത്തരത്തിലുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അത് ബാധിക്കും എന്നുള്ളതാണ്
ഈ ഒരു ട്രഷറീസ് ഒരു കൊലാട്രലായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഇതിൻ്റെ പ്രൈസ് കുറയുമ്പോൾ ഉള്ളൊരു ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരുപാട് ബാങ്കുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ കൊലാട്രൽ ബാലൻസ് ഷീറ്റിൽ അസറ്റായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ വാല്യൂ കുറയുന്ന സമയത്ത് അവരുടെ ബാലൻസ് ഷീറ്റിൽ അൺറിയലൈസ്ഡ് ആയിട്ടുള്ള ലോസ്, ഇപ്പോൾ റീസെൻ്റ്ലി സിലിക്കോൺ വാലി ബാങ്ക് കൊളാപ്സ് ആണ് എന്നുണ്ടെങ്കിലും, അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് സിനാരിയോസ് നമ്മൾ റീസെൻ്റ്ലി കണ്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ബാങ്ക് ഫെയിലിയേഴ്സും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലുണ്ട് ഇത്തരത്തിലുള്ള ബാലൻസ് ഷീറ്റ് ലോസ് വരുന്നത് കാരണം കൊണ്ട്. അതേപോലെ തന്നെ ലിക്വിഡിറ്റി ക്രഞ്ച്, ഇപ്പോൾ ഈ ട്രഷറീസിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം കുറയുന്നത് കാരണം കൊണ്ട് തന്നെ ഒരുപാട് ലെവറേജ് പ്ലെയേഴ്സ്, ഇപ്പോൾ ഹെഡ്ജ് ഫണ്ട് കാര്യങ്ങൾ ഒക്കെ അവരുടെ കയ്യിലുള്ള അസറ്റ്സ് വീണ്ടും സെല്ല് ചെയ്യേണ്ടി ഫോഴ്സ്ഡ് ആയിട്ട് സെല്ല് ചെയ്യും, ലിക്വിഡേറ്റ് ചെയ്യപ്പെടും. അത് വീണ്ടും ഒരു മൊത്തത്തിലുള്ള ഒരു ഗ്ലോബൽ മാർക്കറ്റിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു സെൽ ഓഫ് ക്രിയേറ്റ് ചെയ്യുകയും മൊത്തത്തിൽ ഈ ഒരു ഗ്ലോബൽ ഫൈനാൻഷ്യൽ സിസ്റ്റം തന്നെ ഡീസ്റ്റെബിലൈസ് ആവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇത്തരത്തിലുള്ള ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് നടക്കുന്ന സമയത്ത്, അതായത് ഈ ഒരു ബോണ്ട് മാർക്കറ്റ് ട്രിഗേർഡ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് നടക്കുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് US-ലുള്ള ബാങ്കുകളെയും ഹെഡ്ജ് ഫണ്ടുകളെയും പെൻഷൻ ഫണ്ടുകളെയും ഒക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ബെയിൽ ഔട്ട് ചെയ്യുക, ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഈ ഒരു ക്രൈസിസിൽ നിന്നും കരകയറ്റുക എന്നതിൻ്റെ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ളത് US-ൻ്റെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള ഫെഡിന് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ക്രൈസിസിൽ നിന്ന് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുന്നേ ഇത്തരത്തിലുള്ള ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് എങ്ങനെയാണോ ഫെഡറൽ റിസർവ് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് ചെയ്തുകൊണ്ട് മണി പ്രിൻറ്റിങ് നടത്തിക്കൊണ്ട് മാർക്കറ്റിലോട്ട് ലിക്വിഡിറ്റി ഇഞ്ചെക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ക്രൈസിസ് ഒക്കെ ഓവർകം ചെയ്തത്, അതേപോലെ ഇപ്പോൾ ഉള്ള ഈ ഒരു ക്രൈസിസും ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് നടത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇപ്പോൾ കഴിഞ്ഞ കുറേ വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അടുത്തൊരു 2-3 മാസത്തിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങളൊക്കെ കലങ്ങി തെളിയാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. അടുത്തൊരു ജൂലൈ എൻഡോട് കൂടിയിട്ട് തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വളരെ വലിയ രീതിയിൽ മുകളിലോട്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോൾ ക്രിപ്റ്റോ പോളിസികളാണെന്നുണ്ടെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും വലിയ രീതിയിൽ ബിറ്റ്കോയിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷം സൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്രിപ്റ്റോ പോളിസികൾ, അതിപ്പോൾ സ്റ്റേബിൾ കോയിൻ ബില്ലാണെന്നുണ്ടെങ്കിലും ബിറ്റ്കോയിൻ റിസർവ് ആണ് എന്നുണ്ടെങ്കിലും, ഇതെല്ലാം ആക്ച്വലി ബില്ലൊക്കെ പാസ്സായി വരുന്നതിനുള്ള ഒരു ഫൈനൽ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ഒരു ജൂലൈ എൻഡോട് കൂടിയിട്ടാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഈ ഒരു പോസ് ചെയ്തിട്ടുള്ള ഈ ഒരു താരിഫ് കാര്യങ്ങളൊക്കെ ഒരു നെഗോഷിയേഷനിലൂടെ ഒക്കെ ഒന്ന് കൂളാവാനുള്ള ഒരു പീരീഡും അതും ഒരു 90 ദിവസത്തേക്കാണ് പോസ് ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു 2-3 മാസത്തിനുള്ളിൽ ക്ലിയർ ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഫെഡ് ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്ങും തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു 2-3 മാസം ബിറ്റ്കോയിൻ്റെ പ്രൈസും സ്റ്റോക്ക് മാർക്കറ്റൊക്കെ വളരെ വലിയ രീതിയിൽ മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ബിറ്റ്കോയിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക, ഫോക്കസ്ഡ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ബിറ്റ്കോയിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിനെ കുറിച്ചുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഇൻവെസ്റ്റിംഗ് ഗൈഡ് എൻ്റെ വെബ്സൈറ്റിൽ ഓൾറെഡി അവൈലബിൾ ആണ്. ബിറ്റ്കോയിൻ്റെ ടെക്നിക്കലിയുള്ള ഫണ്ടമെൻ്റലിയുള്ള പല കാര്യങ്ങളും ഒരു എക്സ്പേർട്ട് അഡ്വൈസോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, ഒരാളുടെ ഹെൽപ്പോട് കൂടിയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി ഇൻഫർമേറ്റീവ് ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇൻഫർമേറ്റീവ് ആയി എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും